തേക്കടി ബോട്ട് ദുരന്തത്തിൽ 30 മരണം സ്ഥിരീകരിച്ചു. 76 യാത്രക്കാരുമായി പുറപ്പെട്ട KTDC ബോട്ട് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. മരിച്ചവരിൽ 18 സ്ത്രീകളും 6 പുരുഷന്മാരും 6 കുട്ടികളുമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞത് ഇവരെയാണ്: കൊൽക്കത്ത സ്വദേശി അനുപമ ഭണ്ഡാരി 20 വയസ്സ്, ഡൽഹി സ്വദേശി അൽക്ക 18 വയസ്സ്, കൊൽക്കത്ത സ്വദേശി ദീപക് കുമാർ ദത്ത 65 വയസ്സ്, പ്രദീപ് കുമാർ ഡൽഹി സ്വദേശി 60 വയസ്സ്. ബോട്ട് ലാൻഡിംഗിൽ നിന്നും 4 കിലോമീറ്റർ അകലെ തടാകത്തിന്റെ ഏറ്റവും ആഴമുള്ള പ്രദേശത്താണ് അപകടമുണ്ടായത്. ഈ ഭാഗത്ത് 70 അടി വരെയെങ്കിലും താഴ്ചയുണ്ട്. ബോട്ട് വെള്ളത്തിനടിയിൽ തലകീഴായി കിടക്കുകയാണ്. വനംവകുപ്പും KTDCയും നേവിയും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ബോട്ടിലുണ്ടായിരുന്നവരിൽ ഏറെയും. വിദേശികളും ഉത്തരേന്ത്യക്കാരും ബോട്ടിലുണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള മന്ത്രിമാരും നേതാക്കളും സംഭവസ്ഥലത്തെത്തും. രക്ഷാപ്രവർത്തകൻ അബ്ബാസ് അപകടത്തെക്കുറിച്ച്: ബോട്ട് വെള്ളത്തിനടിയിലായിരുന്നു. മുങ്ങി കയറി കെട്ടി വലിച്ചു. കരയോടെ അടുപ്പിച്ച് എടുക്കാൻ പറ്റാത്ത ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചതാണ്. 6-7 ബോഡി എടുത്തായിരുന്നു. അപ്പോൾ കാല് തീരെ ഇതായതുകൊണ്ട് ബ്ലഡ് ലീക്ക് ആയതുകൊണ്ട് അടുത്ത ബോട്ടിൽ കയറി പെരിയാറിൽ വന്നു. ഞങ്ങൾ 6-7 പേരെ എടുത്തായിരുന്നു. അപ്പോഴത്തെ അവസരം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേര് ബോട്ടിനകത്ത് കിടപ്പുണ്ട്. കുടുങ്ങി പരസ്പരം പിടിച്ചിരിക്കുക. തമ്മി മറന്നപ്പോഴത്തെ പരസ്പരം പിടിച്ചിരിക്കുകയായിരുന്നു. ഓരോരുത്തരായത് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചവിട്ടി പൊട്ടിച്ചതിന്റെ കാര്യം തന്നെ. തേക്കടിയിൽ രക്ഷാപ്രവർത്തനത്തിന് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ മന്ത്രി ആന്റണിയുമായി ബന്ധപ്പെട്ട് നേവിയുടെ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇടുക്കിയിലെയും കോട്ടയത്തെയും ഡോക്ടർമാരുടെ ഒരു സംഘം അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ രാജ്യരക്ഷാമന്ത്രി മിസ്റ്റർ AK ആന്റണിയെ ബന്ധപ്പെട്ടു. അദ്ദേഹം അതിനെല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഉടനെ തന്നെ ഉറപ്പ് നൽകി. 2 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് വേണ്ടി കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഹെലികോപ്റ്ററുകൾ, മുങ്ങൽ വിദഗ്ധന്മാരടക്കമുള്ള ആളുകളെ അവിടെ രാത്രിയായതുകൊണ്ട് വെട്ടം അവിടെ അടക്കം ലഭിക്കുന്നതിന് സൗകര്യപ്രദമായിട്ടുള്ള നിലയിലൊരു ടീമിനെ അയച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം എനിക്ക് വീണ്ടും വിളിച്ചുറപ്പ് നൽകി. പ്രതിരോധ വകുപ്പ് എല്ലാ സഹായങ്ങളും വേണ്ടതെല്ലാം ചെയ്യാമെന്ന് വീണ്ടും അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതായി ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ അറിയിച്ചു. കേരളത്തെ ഞെട്ടിച്ച ദൌർഭാഗ്യകരമായ സംഭവമാണിതെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ആ ബോട്ടിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 6/6/2009 ഈ ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് നൽകിയിട്ടുള്ളത്. CIB 1787 എന്ന നമ്പരോട് കൂടിയിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് നൽകിയത് 6/6/2009. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പായി ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് അല്ലെങ്കിൽ IRSന്റെ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു ബോട്ടാണിത്. പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരമാണ്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ ദുരന്തം കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തമാണ്. രക്ഷാ നടപടികളിലൂടെ പരമാവധി ജീവനുകൾ സംരക്ഷിക്കാനും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇപ്പോൾ നടന്നു വരികയാണ്. രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും കോടിയേരി അറിയിച്ചു.
അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന കൊടുക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കാനുള്ള നടപടികൾക്ക് ജില്ലാ ഭരണകൂടം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോറസ്റ്റ് വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും കൈവശമുള്ള ബോട്ട് സംഭവസ്ഥലത്തേക്ക് ആ സമയത്ത് തന്നെ പോയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധന്മാരെ കൂടുതൽ പേരെ സംഭവസ്ഥലത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS കേന്ദ്ര ഡിഫൻസ് മന്ത്രി AK ആന്റണിയുമായി ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേവിയുടെ സഹായം ലഭ്യമാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാരുൾപ്പെടെയുള്ള ഒരു ഹെലികോപ്റ്റർ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രികാലത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ലൈറ്റിംഗ് സൗകര്യമുള്ള ഹെലികോപ്റ്റർ കൂടി ലഭ്യമായാൽ മാത്രമേ അവിടെ കാര്യങ്ങൾ നടത്താൻ കഴിയൂ എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ്